ഹലോ, വെൽക്കം ടു റിതം ഓഫ് അങ്കു. അങ്കുവിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്പല വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അമ്പലം എങ്ങനെയാണോ നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷവും തരുന്നത്, അതേപോലെ തന്നെയാണ് പൂന്തോട്ടവും, വീട്ടിലെ പൂന്തോട്ടം കേട്ടോ. ഇതെല്ലാം ഏട്ടൻ്റെ അമ്മ വെച്ച് പിടിപ്പിച്ചതാണ്, എല്ലാ ചെടികളും. അമ്മയ്ക്ക് ഗാർഡനിങ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എല്ലാം അമ്മ തന്നെ വെച്ച് പിടിപ്പിച്ച. നല്ല ഭംഗിയില്ലേ കാണാൻ, അടിപൊളിയാണ്. വീടിന് ചുറ്റും ചെടികൾ മാത്രമേ ഉള്ളൂ. ഉള്ള കുഞ്ഞ് സ്ഥലമാണെങ്കിലും എല്ലാ ഭാഗത്തും ചെടികളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അമ്മ. നമ്മുടെ എന്താ പറയുക, ഹോബി, പാഷൻ എന്നൊക്കെ പറയണം. ചെടികളുടെ കാര്യം നോക്കുക, അങ്ങനത്തെ ഒക്കെ നന്നായിട്ട് കുക്കിങ് ചെയ്യും. പക്ഷെ ചെടികളും അതുപോലെ ഒപ്പം കൊണ്ടുപോകും. ഇഷ്ടമാണ്. ഇത് മുന്നിലെ ഭാഗമാണ് കേട്ടോ. ഇത് സൈഡിൽ നമ്മൾ ആദ്യം കണ്ടത് വീടിൻ്റെ മുൻവശത്തുള്ള പൂച്ചെടികളാണ്. ഇത് സൈഡിൽ ചുറ്റുമുണ്ട്, ചുറ്റും ചെടികൾ തന്നെ. മുന്നേ ടെറസിലും ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ടെറസിൽ അങ്ങനെ ചെയ്യുന്നില്ല. ഇത് സൈഡിൽ ഭാഗം, വീടിൻ്റെ സൈഡ് ഭാഗമാണ്. എനിക്ക് ചിലത് ചെടികളിലൊക്കെ പേരറിയുള്ളൂ കേട്ടോ, ചിലതൊന്നും അറിയില്ല. അത് തന്നെ ചെടികളുടെ പേര് പറയാൻ ശ്രമിക്കണില്ല. ബാക്കിയൊക്കെ ഉള്ളത് നാടൻ ചെടികൾ, അതൊക്കെ ചെമ്പരത്തി അങ്ങനത്തെ ഉള്ളതൊക്കെ. അല്ലാതെ എന്തെന്തൊക്കെയോ ചെടികൾ കുറേ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെയാണ്. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ ഹൈപ്പ് അടിക്കാൻ പറ്റുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഹൈപ്പ് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായി ഇനിയും ഞാൻ വരുന്നതായിരിക്കും. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കറിവേപ്പില, ശംഖുപുഷ്പം, ഇത് മുരിങ്ങയുടെ മരം കേട്ടോ. മുരിങ്ങക്കയുടെ ഇഷ്ടം പോലെ ചെടികൾ. നമ്മൾ സൈഡ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ചുറ്റിനും ചെടിയാണ്. എവിടെ സ്പേസ് ഉണ്ടോ ആ ഭാഗത്തെല്ലാം ചെടികളാണ്. തുളസി ഉണ്ട്, റോസ് ഉണ്ട്, പലതരം കളറുള്ള റോസുകൾ. എനിക്ക് ഈ ചെടിയുടെ ഒന്നും ശരിക്കും പേരറിയില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇതിപ്പോൾ നമ്മൾ കണ്ട് ബാക്ക് സൈഡിലേക്ക് എത്തി. പല കളറുള്ള റോസുകളുണ്ട്, ഒരുപാട് ചെടികളുണ്ട്. കറ്റാർവാഴ, ഇതൊക്കെ മുന്നേ മുതലേ ഉണ്ടായിരുന്നല്ലേ ഈ കളർ ലീഫുമായിട്ടുള്ള. പല കളർ ഉണ്ടാവുമല്ലോ ഈ ഇങ്ങനത്തെ ചെടികൾ, പിങ്ക്, ഗ്രീൻ പോലെ, അതുപോലെ പല കളറിലുണ്ട്. ഇത് മുല്ലയുടെയാണെന്ന് തോന്നുന്നു, മുല്ലയോ മല്ലിയുടെയാണ്. ഞാൻ പറഞ്ഞില്ലേ മല്ലി. മുന്നേ ടെറസിൽ പച്ചക്കറിയുടെ ഒക്കെ ഏട്ടൻ്റെ അച്ഛനുള്ള സമയത്തൊക്കെ വെച്ചിട്ടുള്ളത്. ഞങ്ങൾ ടെറസിൽ കയറിയില്ല കേട്ടോ. ഇപ്പോൾ ചെടികളുണ്ടോയെന്ന് അറിയില്ല, നോക്കണം. അമ്മ എല്ലാം താഴെ എടുത്തിട്ട് വന്നു തോന്നുന്നു. പിന്നീട് മേലേക്ക് കയറാൻ മടിച്ചിട്ട് മണിക്ക് വഴുതിരിങ്ങ, നാടൻ വഴുതിരിങ്ങയുടെ ചെടി. ഇത് കറിവേപ്പിലയുടെ മരം കേട്ടോ. കണ്ടോ, ബാക്ക് സൈഡാണിത്. വൈദ്യുതി കാച്ചിട്ട് ഒന്ന് പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് 10 മണിപ്പൂ.
അതും പല കളറെല്ലാം ഉണ്ട്. ഇത് താള്, നിങ്ങളവിടെ എന്താ പറയാന്നറിയില്ല, നമ്മുടെ താളിൻ്റെ എല്ലാം തോന്നും, മഞ്ഞളൊക്കെയാന്ന് തോന്നും. തെങ്ങ്, ഇതിൻ്റെ ഒന്നും സത്യത്തിൽ പേരറിയില്ല. പേരറിയാത്ത കാരണം ഞാൻ ഒരു ചെടിയുടെയും അങ്ങനെ എടുത്തെടുത്ത് പറയാതിരുന്നു. പറയണമെങ്കിൽ നമ്മൾ എല്ലാത്തിൻ്റെയും പറയണ്ടേ. എല്ലാ തരം ചെടികളും ഉണ്ട്. നമ്മളങ്ങനെ കറങ്ങി ഫ്രണ്ട് ഭാഗത്തെത്തി. വീടിൻ്റെ അവിടെയും വെച്ചിട്ടുണ്ട്, കണ്ടോ, ചുറ്റിനും ചെടി വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട് മഞ്ഞ റോസ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇതുവരെ ചെയ്ത സപ്പോർട്ട് പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ടുള്ള കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അതെന്തായാലും നിങ്ങൾ കമൻസിലൂടെ അറിയിക്കും. ബട്ടർഫ്ലൈ ഉണ്ടല്ലോ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഈ ചെടികളും പൂക്കളും ഒക്കെ കാണുമ്പോൾ മനസ്സിലൊരു പോസിറ്റിവിറ്റിയാണ്. ഇത് മന്ദാരം പൂ. നിങ്ങളവിടെ എന്താ? അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. See you.